അവനോടാ പിടിച്ചോ. അപ്പോൾ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നോർമൽ ലൈഫിലേക്ക് എത്തിയിരിക്കണം, എന്ത് തോന്നുന്നത്? വളരെ സന്തോഷം. ഞാൻ വിചാരിച്ചത് കുറച്ചൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചപ്പോഴും, എസ്പെഷ്യലി ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അപ്പം ഇപ്പൊ കുറെ പോസിറ്റീവ് വരുമ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ വീട്ടിലായാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അമ്മയും സഹോദരി ചേച്ചിയൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതെ, ഇപ്പോൾ അച്ഛനും കൂടെ അക്സെപ്റ്റ് ചെയ്ത ന്യൂസ് നമ്മൾ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ, താങ്കളുടെ പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു? അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഞാൻ ഉള്ളപ്പോ തന്നെ അച്ഛൻ വിളിച്ച അമ്മൂട് ഫാമിലി നെയിം യൂസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്ത് വന്നപ്പം എനിക്കറിയില്ല, ചിലപ്പോൾ എല്ലാ റെസ്പോൺസസും പോസിറ്റീവ് ഒക്കെ കണ്ട് അച്ഛൻ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല, എനിക്ക് പേടിയായിരുന്നു ചീത്ത പറയാനാണോ. അപ്പം മെസ്സേജിൽ എന്തെന്തായാലും കുഴപ്പമില്ല, ഞാൻ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അങ്ങനെ അച്ഛനെ കണ്ടു, ഞങ്ങൾ പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിച്ച് ഇപ്പൊ ആള് തിരിച്ച് വീട്ടിലോട്ട് വരണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീട്ടിലോട്ട് തന്നെ ആയിരിക്കും. അച്ഛനെ ഫസ്റ്റ് കണ്ടപ്പോ എന്തായിരുന്നു ഒരു അത് ഭയങ്കര ഇമോഷണൽ ആയി, സർപ്രൈസ്. പക്ഷെ ഞാൻ ഒന്നും ഡിസ്കസ് ചെയ്യില്ല. അച്ഛനും പറഞ്ഞു ഒന്നും നമുക്ക് കഴിഞ്ഞതൊന്നും ഡിസ്കസ് ചെയ്യണ്ട, ലൈക്ക് ഒരു റീസ്റ്റാർട്ട് പോലെ എല്ലാം തുടങ്ങാം. ഇപ്പൊ നമ്മളത് ഇനി പറഞ്ഞാലും കുറെ ഓക്വേർഡ് ആവല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നല്ല ഹാപ്പി അത്ര. ഇപ്പൊ ഇറങ്ങിയതിനു ശേഷം ഭയങ്കര ജിൻഡോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ജിൻഡോ ചേട്ടൻ എന്നെയോ? അല്ല, താങ്കള് അല്ല, ഞാനത് ഇപ്പൊ സ്റ്റേജിൽ വെച്ചായാലും ഞാൻ ലാസ്റ്റ് ഇറങ്ങുമ്പം ജിൻഡോ ചേട്ടൻ അച്ഛനാണ് പോലെ ഫീലിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അത് ഞാനൊരു കമന്റ്സോ പുറത്തെ ഇത് നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും പേര് കോർണർ ചെയ്തപ്പോഴും ജിൻഡോ ചേട്ടനായിരുന്നു എനിക്ക് പല ടാസ്കിന്റെ മുന്നിലായാലും നീ നന്നായി കളിക്കണം, നീ പുറത്തിറങ്ങിയാലും നീ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പേരിൽ ഇപ്പൊ അൻസിബയും ജിൻഡോ ചേട്ടൻ മാത്രം അതിനുള്ളൂ. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ അങ്ങനെ ഒരു ഇത് എക്സ്പ്രസ് ചെയ്തതാണ്. പിന്നെ അതിനകത്ത് കുറച്ചെങ്കിലും ഒരു ഇന്നസെൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് ആളെ ഫീൽ ചെയ്തു. ഈ നട്ടലില്ലാത്ത എന്നുള്ളൊരു പ്രയോഗം, അതില് ജിൻഡോ ചേട്ടൻ ഭയങ്കരമായിട്ട് താങ്കളെ സപ്പോർട്ട് ചെയ്തു. അത് എന്ത് തോന്നുന്നു? അത് വളരെ സന്തോഷം. കാരണം ഞാൻ ഉണ്ടായിരുന്നപ്പോ നന്ദനെ കുറെ വട്ടം ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു വാക്കാണ്, ഇത് പുറത്താണെങ്കിലും ഇങ്ങനെ നട്ടലിന് ഇഷ്യൂസ് ഉള്ള കുറെ പേർക്ക് ഇത് എഫക്ട് ചെയ്യും ഇത് കേൾക്കുമ്പോൾ. അപ്പൊ അത് സായി ആണെങ്കിലും നന്ദനെ ആണെങ്കിലും അത് കുറെ പുച്ഛിച്ച ആ സമയത്ത് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ജിൻഡോ ചേട്ടൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് സായി തന്നെ പിരികേറ്റി നന്ദനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നു അന്ന് ലാലേട്ടന്റെ എപ്പിസോഡില്. അപ്പോ അത് പറഞ്ഞപ്പോഴും ജിൻഡോ ചേട്ടൻ അത് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ഞാൻ അത് എന്റെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്തുള്ളപ്പോ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. ഇപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് വായ തുറന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇപ്പോഴത്തെ ഒരു പുറത്തിറങ്ങിയ ശേഷം ഗെയിം കണ്ടിരുന്നോ ബിഗ് ബോസ്? ഞാൻ ഫുള്ളായി കണ്ടിട്ടില്ല. ഞാൻ ഒന്നോ രണ്ടോ എപ്പിസോഡ്സ് പുതുത് കണ്ടു. ലൈക്ക് ലാലേട്ടന്റെ ഒരു എപ്പിസോഡ് കണ്ടു. പിന്നെ ഷോർട്സ് അയച്ചു തരില്ല ഇൻസ്റ്റയിലൊക്കെ ഉള്ള, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഗബ്രി പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളെല്ലാം ഔട്ട് ഇനിയില്ല. താങ്കൾ അന്ന് പറഞ്ഞിരുന്നു അതൊന്നൊരു ഫേക്ക് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. എന്ത് തോന്നുന്നു ഇപ്പോ? ഇപ്പം എനിക്ക് നല്ലതായിട്ടാ തോന്നുന്നത് ഫോർ ജാസ്മിൻ. കാരണം ജാസ്മിൻ ഇനി ഇറങ്ങി കളിക്കാം. ജാസ്മിൻ നല്ല എന്താണ് ഗെയിമിൽ നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരാളാണ്. നല്ല സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാൻ അറിയാം. അപ്പൊ അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ജബ്രി എന്ന് പറയുന്ന ഒരു കോംബോ കാരണമായിരുന്നു അവർക്ക് മാക്സിമം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഗബ്രി പോകുമ്പോൾ ഒബ്വിയസ്ലി അത് ജാസ്മിന് പോസിറ്റീവ് ആവും, കുറച്ചുകൂടി നന്നായി ഇറങ്ങി കളിക്കാൻ പറ്റുന്നതാണ് ഫീലിംഗ്. ഈ അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഗബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ കിറ്റ് ചെയ്യും ഇതെന്നാണ് പറഞ്ഞത്. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അങ്ങനെ പറഞ്ഞിരുന്നോ? അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കിറ്റ് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഓക്കെ ആയല്ലോ. അത് ചുമ്മാ പറഞ്ഞതായിരിക്കും. എന്തായാലും ജാസ്മിൻ കിട്ടിയില്ല. എന്തായാലും 100 days വരെ മാക്സിമം നിൽക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഞാൻ ജാസ്മിൻ നെഗറ്റീവ് അല്ലേ, തിരിച്ചു പോകണമെന്ന് ഞാൻ അതിനകത്ത് ചോദിച്ചപ്പോ നെഗറ്റീവ് ഒന്നും പ്രശ്നമില്ല, എനിക്ക് 100 ദിവസം ഇവിടെ നിന്നിട്ടേ ഞാൻ ഇറങ്ങുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജാസ്മിൻ എന്തായിരുന്നു ബാക്കിയുള്ള ഫ്യൂച്ചർ ഫാമിലി പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകണം, പഴയ പോലെ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ഇപ്പൊ അച്ഛനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കും. ഇപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ബാക്കി വീട്ടിൽ തന്നെ നിന്നാ മതി, പൂനെയിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ജോലിയൊക്കെ ആക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മുടെ ഫാമിലി തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ ഇനി ലൈഫ് മുന്നോട്ട് അച്ഛന്റെ അമ്മയുടെ ഒപ്പം പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ബ്രോ, അമ്മയുടെ ഒക്കെ ഉള്ള വീഡിയോ ഇറങ്ങിയപ്പോഴേ നന്നായിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയുന്നത്? അവരോട് ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വരും. കാരണം ഒബ്വിയസ്ലി ഞാൻ കുറെ കമന്റ്സ് ഈ കമ്മ്യൂണിറ്റിക്ക് എതിരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു അമ്മ ഇത്ര ഓപ്പൺ ആയി പറയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് എപ്പോഴും ഉണ്ടാവണം, ഇനി അത് നെഗറ്റീവ് ആവാതെ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകമാണ്. അപ്പൊ അദ്ദേഹം ഇത്ര നല്ലൊരു ബന്ധമില്ലാത്ത പോലെ നിൽക്കുമായിരുന്നു. അപ്പോ ആ ഒരു വിഷമങ്ങൾ എങ്ങനെയാണ് ശരിക്കും ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? അത് കാരണം ചെറുപ്പത്തിൽ നല്ല ബോണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരു കണക്ഷൻ ഇല്ലാതെ ആയി മാറി അച്ഛനായിട്ട്.
അപ്പം എനിക്കൊരു ഫാദർലി ഫീലിംഗ് എന്താന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് അധികം എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഒബ്വിയസ്ലി എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാമല്ലോ, നിന്ന് തുടങ്ങാം എന്നുള്ള ഒരു ഇതാണ്. എപ്പോഴെങ്കിലും അതിന്റെ ഓർത്തൊക്കെ കരഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ടോ? സങ്കടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് കൂടുതൽ കാരണം അച്ഛന്റെ സ്നേഹത്തിനെക്കാട്ട് ഉപരി അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിനും. ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ബാക്കി എല്ലാ കാര്യത്തിനും അമ്മ, ഇപ്പൊ അമ്മയുടെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിലും അത് നമുക്കൊരു ആവശ്യം വന്നാൽ ഫുൾ നമുക്ക് വേണ്ടി തരാനും അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള അമ്മ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗം അച്ഛന്റെ ഒരു കുറവ് അറിഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴും ആ ഒരു അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനം എപ്പോഴും ഉണ്ടല്ലോ. അപ്പോ അതിന്റെ ഒരു സ്ഥാനം അവിടെ ഉണ്ട്. അത് ഇനിയെല്ലാം ശരിയാവുന്നു. ഇപ്പോ ഗേ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി, അപ്പൊ അതൊക്കെ അച്ഛൻ അറിഞ്ഞല്ലോ, അറിഞ്ഞു. അപ്പോ എന്നിട്ടും സ്വീകരിക്കാൻ തയ്യാറായി. അപ്പൊ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവര് അല്ലെങ്കിൽ സ്വീകരിക്കാത്തവര്, കളിയാക്കുന്നവര്. അവർക്കൊക്കെ അവരുടെ എന്താ പറയാനുള്ളത്? ഇപ്പൊ അച്ഛൻ ഇത് സ്വീകരിച്ചത് തന്നെ ഒരു വലിയൊരു മാറ്റാണെന്ന് വിചാരിക്കുന്നു അല്ലെ. നമ്മുടെ ഫാമിലിയാണ് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എത്ര പോസ്റ്റ് ഇട്ട് പുറത്തുള്ള ആളുകൾ ആക്സെപ്റ്റ് ചെയ്യണം, സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെയാണ്. അവരെ ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ അതായി ഒരു കുട്ടിക്ക് പിന്നെ ജീവിക്കാനുള്ള എല്ലാം അവിടെ നിന്ന് തന്നെയായി. അപ്പൊ നമ്മളെ എല്ലാ പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അറിയൂ, അവരോട് സംസാരിക്കൂ, അവരെ ആക്സെപ്റ്റ് ചെയ്യൂ. പിന്നെ സൊസൈറ്റി എന്റെ ഇതിലും അങ്ങനെയാണല്ലോ. ഇത് കഴിഞ്ഞപ്പോ സൊസൈറ്റി ഇപ്പൊ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ സീസണിൽ നാദരയും ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത ഒരാളായിരുന്നു, അതിനുശേഷം വീട്ടുകാർ അംഗീകരിച്ചു. അപ്പൊ ബിഗ് ബോസ് ഷോ ഇങ്ങനെ ഒരു നല്ല ഗുണമായിട്ട് തോന്നുന്നുണ്ടോ? അത് ഉറപ്പായും. ബിഗ് ബോസ് ഷോയിലൂടെ ഇപ്പൊ തോന്നുന്നു 2ാമത്തെ ആളാണ് ഇങ്ങനെ ഫാമിലിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് സൊസൈറ്റിക്കും ഒരു നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. ഈ ഷോയെ സംബന്ധിച്ചുള്ള നെഗറ്റീവ്സ് പല സ്ഥലങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ടല്ലോ. ഉണ്ട്. അതായത് ഷോ പല രീതിയിലുള്ള നെഗറ്റീവ്സ് പകൽമാരൊക്കെ പറഞ്ഞു, അതിനെ കുറിച്ചൊക്കെ എന്താണ് തോന്നുന്നത്? എനിക്ക് അതിനെ കുറിച്ച് ഒന്നും കമന്റ് ചെയ്യാനില്ല. ബിക്കോസ് എനിക്ക് പേഴ്സണലി അറിയില്ല. കാരണം നമ്മളെ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞ ഇന്റർവ്യൂവിന് പോകുമ്പോഴായാലും, ഞാനിപ്പോ വലിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ പോലും ഒരു സെലിബ്രിറ്റി രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത്, ഇപ്പൊ കാരവാനിലായാലും നമ്മളെ ഇരുത്തുന്നു, എന്തെങ്കിലും വേണോ, ഭയങ്കര നല്ല ഒരു നെഗറ്റീവ് പോലും എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അറിയാത്ത ഒരു കാര്യത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് പൈസ ആവശ്യപ്പെടുക അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലും ഇല്ല. ഒരു വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ്. വെരി പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഒരു അവരൊക്കെ പറയുന്നത് ഒരു റീച്ചിന് വേണ്ടി പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അഖിൽമാരോ? എനിക്ക് അങ്ങനെ അറിയില്ല. ബിക്കോസ് അവർക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. എന്റെ എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അവര് പറയുന്ന മൊത്തം ആളുകളെ ഇതുപോലെ ഇപ്പൊ പുതിയ ആളുകൾ വരുന്നത് ഇങ്ങനെ ഒരു രീതിയിലാണെന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇപ്പൊ നിങ്ങളെ പോലെയുള്ള പുതിയ ആളുകൾ വരുന്നു, നിങ്ങൾക്കൊരു അവസരമാണ്. ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ അവസരമാണല്ലോ. അപ്പൊ അവസരത്തിന് വേണ്ടി എന്തും നമ്മൾ ത്യജിക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാക്കുകൾ പറയുമ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ആക്ച്വലി അഖിൽമാരാന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് ഇത് കേൾക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ താല്പര്യമില്ല. അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ എനിക്ക് അതിൽ അറിയാവുന്നതായാലും ഇപ്പോ നന്ദന അവരോടൊക്കെ അതിനകത്ത് ചോദിക്കുമ്പോൾ എല്ലാവരും വളരെ നല്ല ആയിട്ടുള്ളതാണ് പറയുന്നത്. പിന്നെ എന്തിനും അങ്ങനെയാണെങ്കിൽ എന്നെ അവർക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഒരു സ്ലോട്ടിൽ അവർക്ക് വേറെ അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളെ ഇട്ടാൽ മതിയായിരുന്നല്ലോ. എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയുള്ളൂ. ഏഷ്യാനെറ്റിനെ കുറിച്ചായാലും എന്റെ മോൾ ഷൈൻ ആയാലും. ഇനിയിപ്പോ പൂനെയിലായിരിക്കും അതോ നാട്ടിൽ തന്നെ സെറ്റിൽ ആവും? പൂനെയിലേക്ക് തിരിച്ചു പോകാൻ വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ അച്ഛൻ തിരിച്ചു വിളിച്ചതുകൊണ്ട് ഇനി പൂനെ എല്ലാം വെക്കേറ്റ് ചെയ്ത് നാട്ടിലോട്ട് തന്നെ നിൽക്കാനാണ്. ഈ അച്ഛൻ സ്വീകരിച്ചു കഴിയുമ്പോ അമ്മയുടെയും ചേച്ചിയുടെയും പ്രതികരണം? അമ്മയും ചേച്ചി നല്ല ഹാപ്പിയാണ്. അമ്മയും ആക്ച്വലി അച്ഛന്റെ ഒപ്പമല്ല, വേറെ ചെന്നൈയിലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരാൻ അച്ഛൻ കുറെ പറയുന്നുണ്ട്. എന്നോട് തിരിച്ചു വിളിച്ചു കൊണ്ടുവരാനാ പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് എന്തായാലും ആ ഒരു പഴയ ട്രോമ അതിന്നൊക്കെ ഒന്ന് റിക്കവർ ഇച്ചിരി ടൈം എടുക്കും. അതെല്ലാം പറഞ്ഞ അമ്മയും കൂടി വരുന്നതാണ് വിശ്വസിക്കുന്നത്. ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നിങ്ങളുടെ ഫാമിലി പൂർണ്ണമായിട്ടും ഒന്നിക്കുകയാണ്. യെസ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ അമ്മയുടെ അനിയത്തിയുടെ ചേച്ചിയുടെ വീഡിയോ കണ്ടായിരുന്നു അച്ഛൻ? കണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അച്ഛന് കുറെ പേര് അയച്ചു കൊടുത്തു. നല്ല ഹാപ്പിയാണ് അച്ഛൻ. അതും പറഞ്ഞ എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാം ഒരു പുതിയ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോ കൂടുതലായിട്ട് ഇതിനെ മീഡിയയിലിട്ട് നമ്മുടെ ജീവിതം ചർച്ചയാക്കാതെ തന്നെ നമുക്കൊരു ഹാപ്പി ആയിട്ട് ഇനി തുടരാം എന്നുള്ള രീതിയിൽ അച്ഛൻ. എന്തായാലും തോന്നുന്നു പോസിറ്റീവാണ് മൊത്തത്തിൽ ഇപ്പൊ പോസിറ്റീവാണ്. അത് പറഞ്ഞ് ഞാനത് കളയുന്നില്ല. ഒബ്വിയസ്ലി ഞാൻ വന്നതിന്റെ റീസൺ അതാണല്ലോ. ഞാൻ ഇൻട്രോയില് പറഞ്ഞ റീസൺ അത് എന്തായാലും ഫുൾഫിൽ ആയി. സോ ഈ സമയത്ത് ഇറങ്ങിയെങ്കിലും അതിന് നഷ്ടമായിട്ട് ഇപ്പൊ തോന്നുന്നില്ല? ഒരിക്കലും ഇല്ല.
ബ്രോ സ്നേഹിക്കുന്ന ഗേ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ള വെച്ചാൽ, നിങ്ങളിപ്പം ഞാൻ ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പ്രഷർ ഇല്ല. ലൈക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ ഔട്ട് ആവണം, വീട്ടിൽ പറഞ്ഞ് ഇതുപോലെ പോസിറ്റീവ് റെസ്പോൺസ് ആവണം എന്നില്ല. മേ ബി നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ നോക്കുക, പിന്നെ നല്ലൊരു ജോബിലായിട്ട് ഇൻഡിപെൻഡന്റ് ആവാൻ നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഔട്ട് ഇങ്ങനെ കമ്മിങ് ഔട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ പറ്റുമെന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമ്മിങ് ഔട്ട് ചെയ്യുക. ബാക്കി എല്ലാം നല്ലതായിരിക്കും. ഈ 90% പോസിറ്റീവും ബാക്കി 10% നെഗറ്റീവാണ് ഗേ കമ്മ്യൂണിറ്റിക്കെതിരെ. അപ്പൊ അതിന് അവരോട് 10% എന്താണ് പറയുള്ളത്? 10% പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി എഡ്യൂക്കേറ്റീവ്, ഇതിനെ കുറിച്ച് എഡ്യൂക്കേറ്റീവ്. ഇപ്പൊ കുറെ പേര് പറയുന്നത് തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാം. അങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഇത് മേ ബി ഒരു സ്യൂഡോ എന്താണ് പറയുന്നത്, സ്യൂഡോ സയൻസിൽ പറയുന്നതായിരിക്കും ഇത് ട്രീറ്റ് ചെയ്യാം. കൺവേർഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കാര്യം. അങ്ങനെ ഒരു സംഗതി ബാൻഡ് ആണ് ആക്ച്വലി. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നവരെല്ലാം കൂടുതൽ എഡ്യൂക്കേറ്റ് ആവുക, ഇതിനെക്കുറിച്ച് റീഡ് ചെയ്യുക, മേ ബി ഇതിനെക്കുറിച്ചുള്ള മൂവീസ് കാണുക. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയിലേക്ക് മാറും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളൊക്കെ വിളിച്ചിരുന്നു. യമുന ചേച്ചി വിളിച്ചിരുന്നു. യമുന ചേച്ചിയുടെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ദത്തെടുത്താലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത്, അത് വളരെ സന്തോഷം. പിന്നെ പൂജ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാൻമുനി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര്. ഗബ്രിക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവൻ കണ്ടിട്ടില്ല, ഇപ്പൊ ഭയങ്കര തിരക്കില്ലാ തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടിപൊളി.